ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ഈശോയുടെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഈശോ അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എത്ര, എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്തു. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിനും 2-3 അളവ് കൊണ്ടുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിനെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം അപ്പോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ട് ചെല്ലുവിനെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരി പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം കഴിഞ്ഞ് ആദ്യം കിടക്കുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരുന്നു. എല്ലാം നീ നല്ല കഴിഞ്ഞതുവരെ സൂക്ഷിച്ചു വെച്ചു. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനയിൽ ചെറിയ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനെ വിശ്വസിച്ചു. ഇന്നേ ദിനത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രങ്ങളായ ടാലിൻ, ട്രീസ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, മത്സരമുള്ള കുഞ്ഞുമക്കളെ, ഇന്ന് വിവാഹമെന്ന ഉദാശയിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി പ്രാർത്ഥനാപൂർവം കർത്താവിൻ്റെ അൽത്താരയോട് ചേർന്ന് നിൽക്കുന്ന ടാലിനും തെരേസയ്ക്കും അച്ഛന്മാരുടെയും ഇവിടെ കുളിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഇന്നത്തെ ദിനത്തിന് മംഗളങ്ങൾ സ്നേഹപൂർവ്വം വരികയാണ്. ഞാൻ കുർബാനയുടെ തുടക്കത്തിൽ രണ്ടുപേരും ശ്രദ്ധിക്കുക. സാധാരണ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോഴാണ് ആളുകൾ സീരിയസ് ആകുന്നത്. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ തന്നെ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന 2 നവദമ്പതികളെ കാണാനായിട്ട് പറ്റും. തീർച്ചയായിട്ടും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 18-ാമത്തെ തിരുവചനത്തിൽ ക്രീസയുടെ ഫാദർ ആൻമണി ചേട്ടൻ കൃത്യമായിട്ട് വായിച്ചു. ദൈവമായ കർത്താവ് അരുളി ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന എണ്ണയെ ഞാൻ നൽകുന്നു. തീർച്ചയായിട്ടും ദൈവമായ കർത്താവ് മനസ്സിൽ വിചാരിച്ചു, ഇനി ടാലിനെ ഏകനായിട്ട് കൊണ്ടുവരിക അവൻ ശരിയായില്ല, ഇനി അവനെ പിടിച്ചു കെട്ടുന്ന സമയമായി. അതുകൊണ്ട് അവന് ചേർന്ന എണ്ണയെ തമ്പുരാൻ കണ്ടുപിടിച്ചു. ട്രീസയുടെ കാര്യത്തിൽ അതുപോലെ തന്നെ, ഇനി ട്രീസനെ വെറുതെ വിട്ടാൽ ശരിയായില്ല, ഒതുക്കേണ്ട സമയമായി, ചേർത്ത് നിർത്തുന്ന സമയമായി. അതുകൊണ്ട് തനിക്ക് ചേർന്ന ജീവിത പങ്കാളിയെ തമ്പുരാൻ കണ്ടുപിടിച്ചു. സ്നേഹമുള്ളവരെ, ഇന്ന് ഈ അൽത്താരയിൽ, ഈ ബലിവേദിയിൽ തമ്പുരാന്റെ സ്ഥാനത്തിന് നിങ്ങൾ കുടുംബജീവിതം ആരംഭിക്കാനായിട്ട് പോവുകയാണ്. ഇവിടെ ധാരാളം ആളുകൾ, ഇവിടെ വന്നിരിക്കുന്ന 95% ആളുകൾ കുടുംബജീവിതം നയിക്കുന്ന ആളുകളാണ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നിസ്സാരമായിട്ടുള്ള ഒരു ജീവിതമല്ല എന്ന് എനിക്ക് എല്ലാവർക്കും അറിയാം. വേദനകളുടെയും പ്രതിസന്ധികളുടെയും ബുദ്ധിമുട്ടുകളുടെയും സന്തോഷത്തിൻ്റെയും സങ്കടത്തിൻ്റെ നടുവിലൂടെയൊക്കെ നിങ്ങൾ യാത്ര ചെയ്യും. ഈ അൽത്താരയിൽ ഈ ബലിവേദിയോട് ചേർത്ത് വെച്ച് തമ്പുരാന്റെ സ്ഥാനത്ത് നിങ്ങളെ ഒന്നിപ്പിക്കുമ്പോൾ ഏത് പ്രതിസന്ധിയുടെ നടുവിലും മറ്റാര് നിങ്ങൾക്ക് കൂട്ടിലും തമ്പുരാൻ കൊണ്ടുണ്ടാകുമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കും. ഇനി നിങ്ങൾ ഈ നാളുകളിൽ നിങ്ങളെ ഒരുപാട് വീടുകളിൽ വിളിക്കും. നിങ്ങളുടെ സുഹൃത്തുക്കളും നിങ്ങളുടെ ബന്ധുക്കളും ഒക്കെ ഒരുപാട് സൽക്കാരങ്ങളൊക്കെ നൽകും. അതൊക്കെ സ്വീകരിച്ച് പച്ചയായ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാവുന്നത് അത്ര ഈസിയായിട്ട് മുന്നോട്ട് പോകുന്ന ജീവിതമല്ല. ഈസിയായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. എങ്ങനെയാണ്? തമ്പുരാനെയും പരിശുദ്ധ അമ്മയെയും കൊണ്ടുപിടിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ വളരെ ഈസിയായിട്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാനായിട്ട് പറ്റും. പണ്ട് നാട്ടിലൊക്കെ, ഞാൻ ഓർമ്മിച്ചൊക്കെ ഇടുക്കിക്കാരാണ്, അവിടെയൊക്കെ കാണാൻ പറ്റുന്നൊരു വളരെ സുന്ദരമായൊരു കാഴ്ചയാണ്. വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യ നാളുകളിലെ യാത്ര ഭാര്യയും ഭർത്താവും ഒരു ബസ്സിൽ ഒരു സീറ്റിലിരുന്ന് പോലെ, അല്ല കണ്ടിട്ടില്ലേ? ഇല്ലേ? ഒരു സീറ്റിലിരുന്നേ പോകുള്ളൂ. അവരെന്നാ തിരക്കുള്ള വണ്ടി വന്നാലും അവർ രണ്ടുപേരും ഒന്നിച്ചിരുന്ന് പോകാൻ പറ്റുന്ന സീറ്റിലിരുന്ന് വണ്ടി വരെ ഇവർ വെയിറ്റ് ചെയ്യും. അപ്പം അങ്ങനെ ആദ്യ നാളുകളിൽ ഇവരുടെ യാത്ര ഒരു ബസ്സിൽ ഒരു സീറ്റിലിരുന്ന യാത്ര ചെയ്യുന്നത്. ഒരു 6 മാസം കഴിയുമ്പോഴത്തേക്കും അതിന് ശൈലിയൊക്കെ മാറാൻ തുടങ്ങും. ചേച്ചി മുന്നിൽ കയറും, ചേട്ടൻ ബസ്സിൻ്റെ പുറകിലത്തെ സീറ്റിലേക്ക് വരും. ഒരു 2 വർഷം കഴിഞ്ഞ് വീണ്ടും അതിൻ്റെ ശൈലി മാറും. എന്നാണ്? ചേച്ചി മുന്നിലത്തെ ബസ്സിന് പോവും, ചേട്ടൻ പുറകിൽ വരുന്ന ബസ്സിൽ വരും. പിന്നെ 2-3 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും അതിൻ്റെ ശൈലി മാറും. ചേട്ടൻ ചേച്ചി തലേ ദിവസം പോവും,
ചേട്ടൻ പിറ്റേ ദിവസം വരും. ഈ അൽത്താരയ്ക്ക് മുമ്പിൽ നിങ്ങളെ ഒരുമിപ്പിക്കുമ്പോൾ തമ്പുരാൻ ആഗ്രഹിക്കുന്ന മറ്റൊന്നുമല്ല, മരണം വരെ ജീവിത പ്രതിസന്ധികളുടെ നടുവിൽ ഏത് നൊമ്പരത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോയാലും തമ്പുരാൻ പൂർണ്ണമായിട്ട് ആശ്രയിച്ചുകൊണ്ട് പരസ്പരം മനസ്സിലാക്കാൻ, പരസ്പരം ചേർത്ത് നിർത്താനായിട്ട്, പരസ്പരം പ്രോത്സാഹിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റണം. നിങ്ങൾ രണ്ട് നാട്ടിൽ ജനിച്ചു വന്ന ആളുകളാണ് അല്ലേ? എന്തെങ്കിലും സ്വഭാവ സവിശേഷത, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും. നമ്മുടെ നാടിന്റെ വ്യത്യാസമുണ്ട്, ഒരുപാട് വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസങ്ങളുടെ നടുവിൽ നിങ്ങളെ ഒന്നിച്ചു ചേർക്കുമ്പോൾ പരസ്പരം മനസ്സിലാക്കി, പരസ്പരം സ്നേഹിച്ച്, പരസ്പരം പ്രോത്സാഹിപ്പിച്ച്, നിരന്തരം പ്രാർത്ഥിച്ച് വിശുദ്ധമായ ഒരു കുടുംബജീവിതം നയിക്കാനായിട്ട് സർവശക്തനായ ദൈവം നിങ്ങൾ രണ്ടുപേരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഇന്നത്തെ ദിനത്തിന് മംഗളങ്ങൾ നേരുകയും പരിശുദ്ധാമ്മയും ഈശോയും നിങ്ങളുടെ കുടുംബജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ഞാൻ സ്വീകരിക്കുന്ന മറുപടി നൽകിക്കൊണ്ട് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടുകൂടെ തെരേസയെ തന്റെ ഭാര്യയെ സ്വീകരിക്കുന്നവർ. തെരേസ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടികളനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടുകൂടെ ദാരിനെ തന്റെ ഭർത്താവായി സ്വീകരിക്കുന്നവർ. സാക്ഷി, നിങ്ങൾ ഈ വിവാഹോടൊപ്പലേക്ക് സാക്ഷികളാണ്. ദാരിനും തെരേസയും തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കുന്നു. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന് ഐക്യത്തോടും കൂടെ കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ യേശു മിശിഹ നിങ്ങൾ വിവാഹത്താൽ ബന്ധിപ്പിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. കുരിശുമരണ വഴി തിരുസഭയായി സ്വീകരിച്ച കർത്താവ് വിശ്വാസത്തിലും സ്നേഹത്തിലും വധൂവരന്മാരൊന്നിപ്പിക്കുന്ന ഈ താരപൂർവ്വം ആശീർവദിക്കണമേ. ഐക്യത്തിന് പ്രത്യേകമായ താരം വൈദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇതിനെ ബന്ധിപ്പിക്കുവാനാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശം സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധമായി ജീവിക്കുവാനും ഇതിൽ മുദ്രമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇതുവരുടെ വിശ്വസ്തത അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവിന്റെ സ്നേഹത്തിന്റെയും വിശ്വസ്തത അടയാളമായി അവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങളെ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. കൃപാവരത്തിന്റെ വിശ്വാസത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യമായ കർത്താവേ, ഈ മന്ത്രം കൂടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണം പരസ്പര സ്നേഹങ്ങളിൽ നിന്ന് ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയെ പരിശുദ്ധതയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കമായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രമണിയതിനെ യോഗ്യരാക്കുകയും ചെയ്യണമേ.
ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടെ ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാ വരങ്ങളാലും അവിടെ ഞങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസായിപ്പോഴും ഞങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടെ നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടെ നിങ്ങൾ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടെ നിങ്ങളെ സഹായിക്കട്ടെ. അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും കർത്താവിൽ